അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ പരിശോധിക്കുന്നതിൽ നിന്നും മുൻ പ്രസിഡന്റിനെ വിലക്കി ട്രംപ്. ജോ ബൈഡന് ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നതും ട്രംപ് തടഞ്ഞു. ബൈഡൻ അധികാരമേറ്റ വേളയിലും സമാന നടപടി സ്വീകരിച്ചിരുന്നു. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നമുക്കറിയാവുന്നതാണ് ട്രംപിൽ നിന്നാണ് ജോ ബൈഡൻ അധികാരമേറ്റെടുക്കുന്നത്. അധികാരമേറ്റെടുത്ത ദിവസങ്ങൾക്കകം സമാനമായ രീതിയിൽ ഈ തരത്തിലുള്ള നടപടികൾ നമുക്കറിയാവുന്നതാണ്. ബ്രിട്ടന്റെ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ സീക്രട്ട് ബ്രീഫിംഗ്സ് എല്ലാം തന്നെ ഇന്റലിജൻസും അനുബന്ധ സംവിധാനങ്ങളും മുൻ പ്രസിഡന്റുമാർക്കും നൽകാറുണ്ട്. സ്വാഭാവികമായും മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനു മുൻപ് ആ രീതി ബൈഡൻ തന്നെ നിർത്തലാക്കുകയായിരുന്നു. ട്രംപിനെ അത്തരം ഇന്റലിജൻസ് വിവരങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. സമാനമായ തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായി പരിശോധിച്ച് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കുന്ന ക്ലാസിഫൈഡ് ഫയൽസ് പരിശോധിക്കുന്നതിനുള്ള ആ ഒരു അധികാരം നിലവിൽ ബൈഡന് നൽകേണ്ടതില്ല. മാത്രമല്ല, ഒരു കൃത്യമായ ഇടവേളകളിൽ ഇന്റലിജൻസ് ബ്രീഫിംഗ് സ്വാഭാവികമായും മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഇന്റലിജൻസ് ബ്രീഫിംഗും നൽകേണ്ടതില്ല. സമാനമായ എന്താണോ ബൈഡൻ ചെയ്തത് അത് തന്നെയാണ് കൃത്യമായും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിലൂടെ നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ സർക്കാരിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങളെല്ലാം തന്നെ മുൻ പ്രസിഡന്റുമാർ അറിയുന്നത് അല്ലെങ്കിൽ അവർക്ക് എതിരാളികൾ അറിയുന്നത് ഇത്തരത്തിലുള്ള ചില വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയാണ് എന്ന് കൃത്യമായ ഒരു നിരീക്ഷണം നേരത്തെ തന്നെ ട്രംപ് നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വ്യവസ്ഥാപിത മാർഗങ്ങൾ ഈ ബൈഡന്റെ കാര്യത്തിലായാലും തുടരാനാവില്ല എന്ന നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ്. ഇതിനി ഏത് തരത്തിലുള്ള നടപടികളാണ് ഇതിൽ തുടർന്നു കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഇതൊരു വ്യവസ്ഥാപിത സംവിധാനമാക്കുന്നതിനെ അദ്ദേഹം സ്വീകരിക്കുക എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ദേവിക. ശരി.